ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വിഷു ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ? കണിയൊക്കെ കണ്ടോ? എല്ലാവരും കൈതീട്ടൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ്. അതുപോലെ നമുക്ക് ഇതുപോലത്തെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേഷ്യലാണ്. കുറേ പേരെന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ കൂടിയാണിത്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഫേഷ്യൽ ചെയ്യാനുള്ള ഫേഷ്യൽ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ടുള്ള. നമുക്ക് ഒന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് ഒരു പീൽ ഓഫ് മാസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ ഇത് എവർ യൂത്തിൻ്റെ അഡ്വാൻസ്ഡ് ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് ഇവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യലിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 24 ക്യാരറ്റ് ഗോൾഡ് കൊലാജിൻ ബൂസ്റ്റേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓറഞ്ചിൻ്റെ പീൽ എക്സ്ട്രാക്റ്റും അടങ്ങിയിട്ടുണ്ട്. വളരെയധികം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ഒരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ ഇതെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയൊരു ട്യൂബാണ്, 30 ഗ്രാം. ഇതുപോലെ ചെറിയ സാഷേ രൂപത്തിലുള്ള കിട്ടും കേട്ടോ. 5 രൂപയോ 7 രൂപയോ അങ്ങനെ എന്താണ് റേറ്റ് എന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞുതരാം. ഇത് 30 ഗ്രാം ആണ്. ഇതിന് 45 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ്. ഇത് കൂടാണ്ട് ഇതിന്റെ 50 ഗ്രാമിന് 75 ഉണ്ട്, പിന്നെ 90 ഗ്രാം അങ്ങനെ ഇതിന്റെ കൂടി വരുന്നത്. എന്നാലും ഒരു 75 രൂപയ്ക്ക് അല്ലെങ്കിൽ ഇതിന് 45 രൂപയ്ക്ക് ഒരു ഫേഷ്യൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമില്ല. നമ്മളൊരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ അറൗണ്ട് 1000 റുപ്പീസ് സംതിങ് വരില്ലേ, അല്ലെങ്കിൽ ഒരു 500 അബോവ് എന്തായാലും വരും. അപ്പൊ എന്തായാലും ഇത് ഉപയോഗിച്ച് നമുക്ക് എത്രമാത്രം സ്കിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി നല്ല ഡേർട്ട് നമ്മളൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് മാറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്ന് നല്ല അടിപൊളിയാക്കാൻ സഹായിക്കുന്ന ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റിന് കിട്ടാൻ സഹായിക്കുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. യൂസ് ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് എവർ യൂത്തിന്റെ ഈ പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. നോർമലി നമ്മുടെ ഫേസ് വാഷ് ഒക്കെ ഇല്ലേ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാക്കേജിങ്. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് തുറക്കാം. ഒരു ചെറിയ ഹോളും ഇതിലുണ്ട്. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ഫേസ് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കുക. അതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചെറിയൊരു ഹോളാണ്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. ഇതാണെന്നുണ്ടെങ്കിലും ഈസി ഒരു വേ ആണ്. ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ണിൻ്റെ താഴെയുള്ള ഭാഗവും നമ്മൾ ചുണ്ടിൻ്റെ ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗം ഒന്ന് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന പോലെ ഒരു കുത്തൽ പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. അത് മാത്രമേ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ എനിക്ക്. പിന്നെന്ന് വെച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ടുള്ള സ്മെല്ലാണ്. ജെൻസിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മീശ താടിയൊക്കെ ഒഴിവാക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. കണ്ടോ, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് തിന്നും ആവരുത്, ഒരുപാട് തിക്കും ആവരുത്. ഒരു മീഡിയം രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളിവർ പറയുന്നത് 15 മിനിറ്റ് ആണ്, പക്ഷേ എനിക്കൊരു 20-25 മിനിറ്റ് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ ഇവർ പറയണത് വെച്ചാൽ മോളിന് താഴേക്ക് നമ്മൾ പീൽ ഓഫ് ഇങ്ങനെ പറിച്ചെടുക്കാനാണ്. നോർമലി എല്ലാ പീൽ ഓഫ് മാസ്കിലും മോളിൽ മീൻസ് നമ്മുടെ താടിയുടെ ഭാഗത്തുനിന്ന് മുകളിലോട്ടാണ് വലിക്കുക. കാരണം അപ്പോൾ ഹെയറും കൂടെ പോയിക്കോളും. അപ്പോൾ നമ്മൾ ഹെയർ പോകാന്നുള്ള ഉദ്ദേശത്തോടെ ആണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് വലിക്കുക. നമുക്കൊരു ഗ്ലോ നമ്മുടെ സ്കിന്ന് കിട്ടാനുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താഴേന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ മുടിയുടെ ഒരു സൈഡിൽ ഇതുപോലെ പറ്റി പിടിച്ചിട്ടുണ്ട്. അതിനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ പറിച്ചെടുത്താൽ മുടി മുഴുവൻ പോകും, നല്ല ഹാർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വെള്ളമൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട്. നമുക്ക് സ്കിന്ന് നിൽക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ലോണം സ്മൂത്തായിട്ടുണ്ട്, ബ്രൈറ്റ് ആയിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇത് വളരെ സിമ്പിളാണ്. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തുകൊണ്ട് പോകാം. കാരണം നമുക്കൊരു ഫേഷ്യൽ ചെയ്യാൻ ടൈമില്ല, അല്ലെങ്കിൽ ഒരു ബ്ലീച്ചിങ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റോടെ കിട്ടുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല. ഈസി ആയിട്ട് നമുക്ക് എന്തായാലും ഒരു ഫേഷ്യൽ ചെയ്യാനൊക്കെ ഒരുപാട് ക്യാഷ് ഒക്കെ ആവത്തില്ല. ഇത് വളരെ ഈസിയാണ്, നമുക്ക് അധികം ക്യാഷ് ഒന്നും ആവത്തൊന്നുമില്ല. കൂടിയിട്ട് നമ്മൾ 100-ൽ താഴെ മാത്രമേ റേറ്റ് ആവത്തുള്ളൂ. എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇല്ലേ, ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടെ മിക്സ് ചെയ്തിട്ട് പീൽ ഓഫ് ചെയ്ത് നോക്കുക. ഒന്നും കൂടെ ഒരു ഗ്ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമേനെ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും വിശ്വാസംസകൾ നന്മയിലും സമൃദ്ധിയൊക്കെ നിറഞ്ഞ അടിപൊളിയായിട്ടുള്ള നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞിട്ടുള്ള ഒരു വിഷുക്കാലം, വിഷു മാത്രമല്ല ഒരു ഐശ്വര്യപൂർണ്ണമായ ഒരു വലിയൊരു വർഷക്കാലം ആശംസിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.